ഇതാ ദുബായ്ക്കാരുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ഇഞ്ചപ്പഴത്തിൽ നിന്ന് മിലാഫിൻ്റെ പുതിയ കൊക്കക്കോള. അപ്പോൾ സൗദി അറേബ്യയിൽ റിയാദിലൊരു പുതിയ സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈഞ്ചപ്പഴത്തിൽ നിന്ന് എടുത്ത മിലാഫ് കോള. അതായത് ഇപ്പോൾ ഇവന്മാർ ഈ ഹലാൽ ചിക്കൻ, ബിലാൽ ബിരിയാണി എന്നൊക്കെ പറയുന്ന പോലെ പുതിയൊരു സാധനം ഈ മിലാഫ് കോള. ഇത് മിലാഫ് മനാഫിൻ്റെ ആരായിട്ട് വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. അത് ഷഹാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം ഈ മിനാഫ് ആരാണെന്ന്. പ്രൊമോഷനും പരസ്യവും എന്ന് പറഞ്ഞാൽ പോണ പ്രൊമോഷനും പരസ്യവും. എന്നിട്ട് ചന്ദ്രനിൽ റോക്കറ്റ് ഇറക്കിയത് കണക്കാണ് ഇവന്മാർ പറയണത്. ഇവന്മാരിന്നും ഈഞ്ചപ്പഴത്തിൽ നിന്ന് വാറ്റി ഉണ്ടാക്കണ ജ്യൂസും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. നാട്ടിലുള്ള എല്ലാ മദ്രസ വാണങ്ങളും ദുബായിലെന്തോ പുതിയ കണ്ടുപിടുത്തം ചെയ്ത കണക്കുള്ള രീതിയിലെ പ്രൊമോഷനാണ് ചെയ്യണത്. ഈഞ്ചപ്പഴത്തിൽ നിന്ന് കണ്ടുപിടിച്ച മിലാഫ് കുടിച്ച അമൃതിന് തുല്യമെന്നൊക്കെയാണ് പറയണത്. മൂത്രം ഭയങ്കര വിഷവും. അവൻ്റെയൊക്കെ അച്ഛൻ്റെ അച്ഛന്മാർ ചാണകത്തറയിലാണ് കിടന്നുറങ്ങിയത്. ഗോമൂത്രമാണെന്ന് വീട്ടിൽ തളിച്ചുകൊണ്ടിരുന്നത്. അത് ഈ പുണ്ടച്ചി മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അന്നം തരുന്ന നാട്ടിൽ നിന്നൊരു പുതിയ കണ്ടുപിടുത്തമെന്നു. ഒരു നാട്ടിൽ നിനക്കൊന്നും ചുമ്മാ അന്നം തരാൻ പോലില്ല. അവിടുത്തെ മുതലാളിയുടെ അണ്ടിയും താങ്ങി നീയൊക്കെ ജോലി ചെയ്ത് വായിട്ട് കൊടുത്താൽ മാത്രം നിനക്കൊക്കെ അന്നം തിന്നുള്ള കായ് തരും. അതുകൊണ്ട് ജീവിക്കാം. ഇത് ദുബായ് മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെ. ആരും ചുമ്മാ പോയി വാസിന് മുമ്പാനൊന്നും നിൽക്കാനില്ല. പണിയെടുത്താൽ തിന്നാനുള്ള പണം കിട്ടും. അതിപ്പോൾ ദുബായ് ആയാലും ശരി, ഇനി അങ്കമാലിയിലായാലും ശരി.